والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സ്വലാത്തിൽ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയോടൊപ്പം റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും ഖുശൂഇൻ്റെയും എല്ലാം ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസുകൾ. ഈ ഫസ്ലിലെ അടുത്ത ഹദീസ് عن أبي ذر رضي الله عنه أن النبي صلى الله عليه وسلم خرج في الشتاء والورق يتهافت. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിത്താ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം, ഒരു ശൈത്യകാലത്ത് പുറത്തു പോകുന്ന സന്ദർഭത്തിൽ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു കാലമാണ്. ഫഅഖദ ബിഗുസ്നിൻ മിൻ ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅല ദാലികൽ വറഖ് യതഹാഫതു, അത് പിടിച്ചൊന്ന് കുലുക്കുന്ന പോലെ ചെയ്തു. അപ്പൊ അതിലെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഫഖാല യാ അബാദർ, എന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചു. അബൂദർ ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്, അബൂദർ റളിയല്ലാഹു അൻഹു ഉത്തരം ചെയ്തു, ഞാൻ ഇവിടെ ഉണ്ട്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുസ്ലിമ ലയുസല്ലി അസ്സലാത്ത യുരീദു ബിഹാ വജ്ഹല്ലാഹ്, ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കുകയാണ്. ഫതഹാഫത് عنه ذنوبه كما فتهافت عنه ذنوبه كما يتهافت هذا الورق عن هذه الشجرة, അവന്റെ പാപങ്ങൾ ഈ ഇലകൾ ഈ കൊമ്പിൽ നിന്ന് ഈ വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതേ ആശയത്തിന് മുമ്പും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഉപമ പറയാണ്, പാപങ്ങൾ ഇല മരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകും, അതുപോലെ അവന്റെ പാപങ്ങൾ അവൻ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ഫർള് നിസ്കാരത്തിനും അതുപോലെ ഐച്ഛികമായ നിസ്കാരങ്ങളിലും ഉണ്ടാകും പാപങ്ങൾ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. وعن عدان بن أبي طلحة قال لقيت ثوبان مولى رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലയായിരുന്ന സൗബാൻ റളിയല്ലാഹുവിനെ ഞാൻ കണ്ടുമുട്ടി. മഅദാൻ റഹിമഹുള്ള പറയാണ്, മൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയായിട്ട് മോചിപ്പിച്ചിട്ടും യജമാനന് സേവനം ചെയ്യാൻ വേണ്ടി ഒപ്പം നിൽക്കുന്ന ആളുകൾക്കാണ് പൊതുവെ പറയാറ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രയും ഒപ്പം ജീവിച്ചിട്ടുള്ള പരിചയമുള്ള സ്വഹാബിയെ കണ്ടപ്പോൾ ഈ മഅദാൻ ഇബ്നു അബീ തൽഹ ചോദിച്ചു, ഫഖുൽതു അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന, എനിക്കൊരു കർമ്മത്തെ അറിയിച്ചു തരണം, ഒരു അമലിനെ അറിയിച്ചു തരണം, ആ അമല് ഞാൻ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അതായത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു കർമ്മമായി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടിട്ടുള്ള ഒരു അമലിനെ പറഞ്ഞു തരണം എന്ന് ചോദിക്കുകയാണ്. ഔ ഖാല ഖുൽതു ബി അഹബ്ബിൽ അഅമാലി ഇലല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് അറിയിക്കണം എന്ന് പറഞ്ഞു. ഫസകത, സൗബാൻ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. ثم سألته, വീണ്ടും ഞാൻ ചോദിച്ചു. ഫസകത, അപ്പോഴൊന്നും പറഞ്ഞില്ല. ثم سألته الثالثة, മൂന്നാമത്തെ തവണ ഞാൻ ചോദിച്ചപ്പോൾ ഫഖാല, സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, سألت عن ذلك رسول الله صلى الله عليه وسلم فقال, ഞാൻ ഇതേ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അലൈക ബികസറത്തി സുജൂദി ലില്ലാഹ്, നീ അള്ളാഹുവിന് വേണ്ടി ധാരാളം സുജൂദുകൾ ചെയ്യുക. സുജൂദ് എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നിസ്കാരം എന്നുള്ള ഉദ്ദേശത്തിലും നിസ്കാരത്തിലെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള രൂപം എന്ന ഉദ്ദേശത്തിലും പറയുന്നുണ്ട്. കാരണം നിസ്കാരത്തിലെ സുജൂദുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. فإنك لا تسجد لله سجدة, നീ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്യുന്നില്ല, ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ വഹത്ത ബിഹാ അൻക ഖതീഅതൻ, ഒരു സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്റെ ഒരു ദറജ അള്ളാഹു ഉയർത്താതെ അതുപോലെ തന്നെ നിന്റെ ഒരു പാപം ഒഴിവാക്കാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു ഈ ചോദിച്ച ആൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോ നിസ്കാരം എന്നുള്ളതും നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടുള്ള സുജൂദ് എന്നുള്ള രൂപത്തിനുമെല്ലാം വളരെയധികം ശ്രേഷ്ഠതയുള്ള, പാപങ്ങൾ പുറത്തു കിട്ടാനും അള്ളാഹുവിന്റെ അടുക്കൽ ദറജ ഉയരാനുമെല്ലാം കാരണമാകുന്ന കാര്യമാണ്.
അടുത്ത ഹദീസ് عن عبادة بن الصامت رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടതായിട്ട് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ് മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസനതൻ. ഒരു അടിമയുമില്ല അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാതെ അത് അവന്റെ മേലൊരു നന്മയായി രേഖപ്പെടുത്തും. അതായത് രേഖപ്പെടുത്താതെ സുജൂദ് ചെയ്യുന്നില്ല, ഒരു സുജൂദ് ചെയ്താൽ നന്മയായി രേഖപ്പെടുത്തും. വമഹാ അൻഹു ബിഹാ സയ്യിഅതൻ, അവന്റെ പാപം അതുകൊണ്ട് മായ്ച്ചു കളയും. വറഫഅ ലഹു ബിഹാ ദറജതൻ, അവന്റെ ദറജ അത് കാരണത്താൽ ഉയരും. ഫസ്തക്സിറൂ മിനസ് സുജൂദ്, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു. അതായത് നിസ്കാരം അധികരിപ്പിക്കുക. ഫർളായത് അതിനപ്പുറത്തേക്ക്, ഫർളിനപ്പുറത്തേക്ക് സുന്നത്തുകൾ നഫ്ലുകളിൽ നിസ്കാരം അധികരിപ്പിക്കുക. അപ്പോഴാണ് സുജൂദുകൾ അധികരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أقرب ما يكون العبد من ربه عز وجل وهو ساجد فأكثروا الدعاء. ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്ന സന്ദർഭം എന്നുള്ളത്, സമയം എന്നുള്ളത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ ധാരാളമായി ദുആ വർദ്ധിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം സുജൂദ് എന്നുള്ള രൂപം ഒരു മനുഷ്യൻ അവന്റെ വിധേയത്വം, താഴ്മ അത് പൂർണ്ണമായി കാണിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രൂപമാണ്. അവൻ ഏറ്റവും ഷറഫോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന അവന്റെ മുഖം അവൻ ചവിട്ടി നടക്കുന്ന ഈ ഭൂമിയിലേക്ക് വെക്കുന്നത് റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് എന്നതുകൊണ്ട് തന്നെ അവന്റെ എല്ലാവിധ താഴ്മയും വിധേയത്വവും അതുപോലെ തന്നെ ഉബൂദിയത്തും തെളിയിക്കുന്ന ഒരു രൂപമാണ് സുജൂദ് എന്നുള്ളത്. ആ രൂപത്തിലാണ്, അങ്ങനെ സുജൂദിലായിരിക്കുമ്പോഴാണ് അള്ളാഹുലേക്ക് ഏറ്റവും, വേറെ റുക്കൂവിന്റെയും അല്ലെങ്കിൽ വേറെ നൃത്തത്തിന്റെയും എല്ലാം അതിനൊക്കെ വേറെ ഓരോ പ്രത്യേകത ഉണ്ടെങ്കിലും ഏറ്റവും അള്ളാഹുലേക്ക് അടുക്കുന്ന രൂപം എന്നുള്ളത് സുജൂദിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ സുജൂദിലായിക്കൊണ്ട് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു. ദുആഇന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ് സുജൂദ് എന്നത്. وعن ربيعة بن كعب رضي الله عنه قال ربيعة بن كعب رضي الله عنه പറയാണ് كنت أخدم النبي صلى الله عليه وسلم نهاريا. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ള ഖിദ്മത്തുകളെല്ലാം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവാറുണ്ട്. فإذا كان الليل, أنا രാത്രി ആയാൽ أويت إلى باب رسول الله صلى الله عليه وسلم فبت عنده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുമ്പിലായി, കതകിന് മുമ്പിലായിട്ട് ഞാൻ രാത്രി രാപ്പാർക്കാറുണ്ട്. ഇനി രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി, രാത്രി നിസ്കാരത്തിന് വുളൂവിന് വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ. ഫലാ അസാലു അസ്മഉഹു യഖൂൽ, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പറയുന്നത് കേട്ടു, സുജൂദിലോ നിസ്കാരത്തിലോ ആയിട്ട് പറയുന്നത് കേട്ടു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി, അങ്ങനെ പറഞ്ഞു കേട്ടു. ഹത്ത അമല്ല ഔ തഗ്ലിബനി ഐനി ഫഅനാമു, കുറേ സമയം അങ്ങനെ പറഞ്ഞു. ഈ സ്വഹാബി കുറേ കേട്ടു. ഉറക്കം, ആ സ്വഹാബിക്ക് ഉറക്കം വരുവോളം, ഉറക്കം വന്നു പോകുവോളം അത്രയും നേരം പറയുന്നത് കേട്ടു. ഫഖാല യൗമൻ, അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞു, യാ റബീഅ സൽനി ഫഅഉതിയക, റബീഅ നീ എന്നോട് ചോദിച്ചോ, നിനക്ക് ഞാൻ നൽകാം. അഥവാ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ അള്ളാഹുവിനോട് എന്തെങ്കിലും നിനക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ചോദിച്ചോ എന്ന് പറഞ്ഞു. കാരണം ഖാദിമാണ്, ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അവൾക്ക് പകരമായിട്ട്. ഫഖുൽതു, അപ്പോ റബീഅ ഈ സഹാബി പറയാണ്, അംദിർനി ഹത്ത അംദുറ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വതദക്കർതു അന്ന ദുനിയ ഫാനിയത്തുൻ മുൻഖതിഅത്തുൻ, അങ്ങനെ ഈ സഹാബി ആലോചിച്ചു, ദുനിയാവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ ദുനിയാവെല്ലാം നശിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ദുനിയാവ് ഏത് കാര്യമാണെങ്കിലും ദുനിയാവിൽ നശിച്ചു പോകും. ഫഖുൽതു, അങ്ങനെ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക അൻ തദ്ഉ അല്ലാഹ അൻ യുനജ്ജിയനി മിനൻ നാർ വയുദ്ഖിലുനി അൽ ജന്ന. ഈ സഹാബി പറഞ്ഞു, റസൂലെ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടി ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, മൻ അമറക ബിഹാദ,
നിന്നോട് ആരാ ഇത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്? ആരാണ് നിന്നെ അത് കൽപ്പിച്ചത്? അതായത് റസൂലുള്ള ചോദിച്ചത് ദുനിയവി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മറ്റോ എന്താ വേണ്ടത് എന്ന നിലക്കാണ് പറഞ്ഞത്. പക്ഷേ ഈ സുഹാബി പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആരാണ് നിന്നോട് ഇത് പറഞ്ഞത് ഇങ്ങനെ ചോദിക്കാൻ? ഖുൽതു പറഞ്ഞു, മാ അമറനി ബിഹി അഹദുൻ, എന്നോട് ആരും ഇത് പറഞ്ഞിട്ടില്ല. ആരും പ്രത്യേകം പറഞ്ഞിട്ടല്ല, കൽപ്പിച്ചിട്ടല്ല. വലാകിന്നി അലിംതു അന്ന ദുനിയ മുൻഖതിഅത്തുൻ ഫാനിയത്തുൻ, പക്ഷെ എനിക്കറിയാം ദുനിയാവിലെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നശിച്ചു പോകുന്നതാണ്, ദുനിയാവ് തീർന്നു പോകുന്നതാണ്. വ അൻത മിനല്ലാഹി ബിൽ മകാനിൽ ലദി അൻത മിൻഹു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായിട്ടുള്ള ഇപ്പൊ നിങ്ങളുള്ള അതുപോലത്തെ ഉന്നതമായ സ്ഥാനമുണ്ട്. ഫഹ്ബബ്തു അൻ തദ്ഉ അല്ലാഹ ലി, ഞാൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഫാഇലുൻ, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ആ കാര്യം നിനക്ക് നേടിയെടുക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനും നീ എന്നെ സഹായിക്കേണ്ടത്, നീ ചെയ്യേണ്ട ഒരു കാര്യം ധാരാളമായി സുജൂദ് നിർവഹിക്കുക, അഥവാ ഐച്ഛികമായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കലാണ് എന്ന് ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടുള്ള സുജൂദിന്റെയും എല്ലാം ഫദ്ലുകളെ അറിയിക്കുന്ന, ശ്രേഷ്ഠതകളെ അറിയിക്കുന്ന ഹദീസുകളാണ്. ബറകല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി